സയൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യൂറിക് ആസിഡിനെ പറ്റിയാണ്. യൂറിക് ആസിഡും PCODയും പ്രമേഹത്തിൻ്റെ സഹോദരങ്ങളാണ്, അല്ലെങ്കിൽ മക്കളാണെന്ന് പറയാം. പ്രമേഹമാവട്ടെ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ സന്തതിയാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഇൻസുലിൻ ഉപയോഗിച്ച് കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറയുന്നൊരവസ്ഥ. എന്നാൽ യൂറിക് ആസിഡിനെ സാധാരണ രീതിയിൽ പറയുന്നത് അതൊരു പ്രോട്ടീൻ ഡൈജസ്റ്റീവ് ഇഷ്യൂ ആയിട്ടാണ്. അതും ശരിയാണ്. മാംസത്തിൽ, ക്രാബിൽ, ചെമ്മീനിൽ ഒക്കെ വളരെ കൂടുതലുള്ള ഒരു അമിനോ ആസിഡാണ് പ്യൂരിൻ. ഈ പ്യൂരിനെ മൂത്രത്തിലൂടെ പുറന്തള്ളുവാനുള്ള കഴിവ് കുറവോ, ഈ പ്യൂരിൻ്റെ ഉൽപ്പാദനം ശരീരത്തിൽ കൂടുന്നതിൻ്റെ ഫലമായിട്ട് സന്ധികളിൽ യൂറിക് ആസിഡ് ക്രിസ്റ്റലുകളായിട്ട് അടിഞ്ഞുകൂടുകയും, ഇങ്ങനെ അടിഞ്ഞുകൂടുന്ന ക്രിസ്റ്റലുകൾ അവിടെ പെയിൻഫുൾ ആകുന്നൊരവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു രോഗാവസ്ഥയാണ് ഗൗട്ട്, അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൂടിയുള്ള ഹൈപ്പർ യൂറിസിമിയ എന്ന് പറയുന്ന ഗൗട്ട്സ് എന്ന് പറയുന്ന രോഗം. ഇത് ഓവറായിട്ട് മാംസം കഴിക്കാത്ത അവസ്ഥ എന്ന് പറയുന്നത് അസുഖം വന്ന ശേഷമാണ്. കാരണം മാംസത്തിലും മുട്ടയിലും അതുപോലെ തന്നെ ക്രാബിലും ചെമ്മീനിലൊക്കെ പ്യൂരിൻ കൂടുതലുണ്ടാവും. എന്നാൽ അതുകൊണ്ട് മാത്രമല്ല ഈ രോഗം വരുന്നത്. ഒബേസ് ആയ ഒരാളെ സംബന്ധിച്ച് അയാളുടെ സ്വാഭാവികമായിട്ടും ഒബേസ് ആകുന്ന ഒരാൾ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആവും. ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആണോ എന്ന കാര്യം പരിഗണിക്കാതെ, അതിനെ ഇൻസുലിൻ സെൻസിറ്റീവായിട്ട് മാറ്റാതെ നമുക്ക് പ്യൂരിൻ കുറയ്ക്കാൻ പറ്റുന്ന ടാബ്ലറ്റുകൾ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങത്തരം കാര്യങ്ങൾ കൊണ്ടോ ഒന്നും ഇതിനെ പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ രോഗം വന്നു കഴിഞ്ഞാൽ പ്രോട്ടീൻ കുറയ്ക്കണമെന്ന് പറയും. പക്ഷേ പ്രോട്ടീൻ കുറയ്ക്കുമ്പോൾ പ്രോട്ടീൻ കുറയുന്നതിൻ്റെ പ്രശ്നം വേറെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ യൂറിക് ആസിഡ് കൂടിയ ആളുകൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ടെസ്റ്റ് അവരുടെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ടെസ്റ്റ് ചെയ്യലാണ്. ഫാസ്റ്റിംഗ് ഇൻസുലിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും പേരുടെ 15-ൽ കൂടുതലായിരിക്കും. അതിനെ കുറച്ചൊരു 8-ലേക്കോ 5-ലേക്കോ 6-ലേക്കോ 7-ലേക്കോ കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാന. കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ഇൻസുലിൻ 15-15-ൽ കൂടുതലൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ റാൻഡിൽ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഫാറ്റ് കാർബോ മെറ്റബോളിസത്തിൻ്റെ ബാലൻസ് തെറ്റിയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് CPG1 എന്ന് പറയുന്ന എൻസൈമും അതേപോലെ AMP കൈനേസ് എന്ന് പറയുന്ന എൻസൈമും കാർബോ മെറ്റബോളിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഈ 2 എൻസൈമുകളും പ്രവർത്തിക്കാതെ, അപ്പോൾ ഒരേ സമയം കാർബോഹൈഡ്രേറ്റിൻ്റെ മെറ്റബോളിസം നടക്കില്ല. അത് സ്വാഭാവികമായിട്ടും ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. ഇങ്ങനെ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് ശരീരത്തെ ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുന്നുണ്ടോ. അപ്പോൾ സൂക്ഷിക്കുക സ്പേസിൽ അത് വരുമ്പോൾ ഇത് വീണ്ടും പ്രശ്നമാകും. അപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഒരൽപ്പം എക്സസൈസിലൂടെ ബോഡി വെയിറ്റ് കുറയ്ക്കുക, ടൈം റെസ്ട്രിക്റ്റഡ് ഈറ്റിങ്ങിലൂടെ സ്റ്റോർഡ് കലോറി ഉപയോഗിക്കുക, ദെൻ പ്യൂരിൻ കുറഞ്ഞ പ്രോട്ടീനുകൾ, പ്രത്യേകിച്ചും പയറുവർഗ്ഗങ്ങളിലേക്ക് പ്രോട്ടീൻ സോഴ്സ് മാറ്റുക. അതിൽ കമ്പാരിറ്റീവ്ലി പ്യൂരിൻ കുറവാണ്. അതുപോലെ ആൻറ്റി ഓക്സിഡൻസുകൾ കൂട്ടുക. വൈറ്റമിൻ C വളരെ മികച്ച സാധനമാണ്. ഇത് യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ BP കൂടാം, കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് കൂടാം, അതുപോലെ ഫാറ്റി ലിവർ പ്രശ്നം ഉണ്ടാകാം. അങ്ങനെ നിരവധി പ്രശ്നങ്ങളിലേക്ക് സാധ്യതയാണ്. മില്ലറ്റുകൾ റൈസിനും ഗോതമ്പിനും പകരം ഉപയോഗിക്കാവുന്ന നല്ല സോഴ്സാണ്. പല സുഹൃത്തുക്കളും ഇത് ആദ്യം ഉപയോഗിച്ച് തുടങ്ങിയിട്ട് വ്യക്തിപരമായ രുചിഭേദങ്ങളുടെ പേരിൽ ചിലപ്പോൾ മാറാറുണ്ട്. നമ്മുടെ രുചിയൊന്നും നമ്മളല്ല തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. ഹോട്ടലുകളും ബേക്കറികളും ആഡഡ് ഐറ്റങ്ങൾ കൊണ്ട് തീരുമാനിക്കപ്പെട്ടുള്ള രുചിഭേദങ്ങൾക്ക് വഴിപ്പെട്ട് രോഗങ്ങൾ കൊണ്ട് ദുരിതപൂർണ്ണമാക്കണ ജീവിതം എന്ന് തീരുമാനിക്കേണ്ടത് അവരവർ തന്നെയാണ്. ഇതൊരു മെഡിക്കൽ ഉപദേശമല്ല. നിങ്ങൾ രോഗിയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറുടെ ഉപദേശം തന്നെ സ്വീകരിക്കണം. നിങ്ങൾ ഡോക്ടറോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ പറ്റിയും
ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയൊക്കെ കൂടി സംസാരിക്കുകയും അതിനെപ്പറ്റിയുള്ള അറിവുകൾ നേടുകയും ചെയ്യണം. ഇത് ഷെയർ ചെയ്യണം, ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ സംശയങ്ങൾ ഉന്നയിക്കാം. ഞങ്ങളുടെ നമ്പർ 9645115503. ഞങ്ങളുടെ കുടുംബശ്രീ യൂണിറ്റാണ്. സ്രൈസ് ഈറ്റബിൾസ് എന്ന പേരിൽ മില്ലറ്റുകളും നട്ട്സും സീഡ്സും കാശ്മീരി മുളക് പൊടിയും ചിയ സീഡും ഒക്കെ ഞങ്ങൾ നിങ്ങളിലെത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്യാം. 9645115503. താങ്ക് യു വെരി മച്ച്. വീണ്ടും കാണാം.